സൈഡിൽ കൂടി യാത്ര. സായാഹ്നം സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് ഇവിടെ ചെലവഴിച്ചിട്ടൊക്കെ പോകാമായിരുന്നു. പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കോഴിക്കോടാണ്. കോഴിക്കോട് ബീച്ച് സൈഡിൽ കോഴിക്കോടാണ്. ഞാനല്ല ഫുഡും എല്ലാം കഴിക്കാൻ പോയി. സർവീസ് അതുകൊണ്ട് പോയാൽ പറ്റുമോ? അതെ, 1 മണിക്കൂർ തികച്ചില്ല. അരമണിക്കൂറിനുള്ള എത്ര? 3:30 അത്രയുണ്ട്. ആ മീറ്റർ ഓണോമീറ്റർ വയ്ക്കും മേളില് 3:23. എത്ര വണ്ടിയല്ലേ, കാറ്റും കണ്ട് ഇവിടെ പോകുന്നപ്പാ കണ്ടോമാര്. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ മംഗലാപുരം വന്ന് ലോഡ് ഇറക്കി കാസർഗോഡ് എത്തി. മംഗലാപുരം വന്ന് ലോഡ് ഇറക്കിയൊന്നും കാണിക്കാൻ പറ്റില്ല. അന്നേരത്തിന് തളർന്നു പോയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മടുത്ത് വശം കെട്ട് വയ്യാണ്ടായി. കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, ശരിക്കും വയ്യ. അപ്പം പിന്നെ ഇപ്പോൾ കണ്ണനാ വണ്ടി ഓടിക്കുന്നത്. ഞാൻ മടുത്ത് പോയി. കാരണം പകൽ മുഴുവൻ വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. തീരെ വയ്യാണ്ടായിപ്പോയി. വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തില്ല, പരമാവധി വീഡിയോ എടുത്തില്ല. മടുത്തായിരുന്നു. അതുപോലെ തിരക്കും കാര്യങ്ങളും ആയിപ്പോയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ചെറുതായിട്ടൊരു കാപ്പി കുടിക്കാൻ വേണ്ടി ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത്. രാവിലെ 2 പൊറോട്ട കഴിച്ച പിന്നെ ഇപ്പോഴാണ് എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. ഇപ്പോൾ സമയം രാത്രി 11:30 ഇപ്പോഴാണ് അതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കാസർഗോഡ് വന്ന് 2 നെയ്പത്തിരിയും പറഞ്ഞു. ഒരു ഹാഫ് ബീഫ് കറിയും, ബീഫ് പള്ളിക്കറിയോ എന്തോ പറഞ്ഞു. അതും പറഞ്ഞിട്ടിരിക്കുന്നു. ഇപ്പോൾ വരുന്നത് നോക്കിയിരിക്കുക. ശരിക്കും മടുത്തെന്ന് പറഞ്ഞാൽ കൃത്യം 27 മണിക്കൂർ കൊണ്ട് വാപ്പിയിൽ നിന്ന് മംഗലാപുരം എത്തി കേട്ടോ. 27 മണിക്കൂർ. 27 എടുത്തോ? 27 എടുത്തില്ലേ? 26 ഉള്ളോ? 26 മണിക്കൂർ. 26. നമ്മൾ 5:30 ആയപ്പോൾ ഒന്ന് കയറിയില്ലേ? 3 ശരിയാണ്. വൈകുന്നേരം 3 മണിക്ക് എടുത്താണ് അവിടുന്ന് വന്നപ്പോൾ 5 മണി 5:30 ആയപ്പോൾ ഒന്ന് കയറി. ശരിയാണ്, 26 മണിക്കൂർ. 26 മണിക്കൂർ. അപ്പോൾ സാധനം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളിരിക്കുന്നു. കണ്ണനും നോക്കിയിരിക്കുക. ഞങ്ങളെ കഴി തുടങ്ങി, കഴിച്ച് തീരാറായി. എന്നാലും ആ വീഡിയോ എടുത്ത് വെച്ചേക്കുന്ന കാര്യം ഓർത്ത് തന്നെ. കാരണം വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടല്ലേ പെട്ടെന്ന് കഴിക്കുമല്ലോ. നല്ല നെയ്പത്തിരി നല്ല അടിപൊളി സാധനമാണ്.
ഞാൻ ആദ്യമായിട്ട് കഴിക്കുക, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ആ 2 വെച്ചു കഴിക്കട്ടെ. കേച്ചേരി പാലമായി, കേച്ചേരി പാലത്തൂർ ഭഗവതി ക്ഷേത്രം, കേച്ചേരി. ആരാ? KSRTC ഒരു രക്ഷയില്ല. പാലത്തെ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഇവൻ അറിയില്ല എന്നാവും. അതെ, ചെറിയൊരു പാലം. കയറിപ്പോടാ, ഇടയുണ്ടെങ്കിൽ. അയ്യോ വേണ്ട, അമ്മാരുടെ മുന്നേ നമുക്ക് പറ്റിയല്ല, ഒരു മയമില്ല. ഈ റോഡിൽ ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സുകളുണ്ടല്ലോ, ഇട കൊടുക്കുകയാണെങ്കിൽ അങ്ങ് കൊടുത്തു വിട്ടേക്കണം, അല്ല ചിലപ്പോൾ വണ്ടിയുടെ ഒരു സൈഡ് കാണില്ല. എന്നാൽ ഏതാണ്ട് 1 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ വണ്ടി ഇതിൽ കൊടുക്കും. തൃശ്ശൂർ കോഴിക്കോട് എത്ര വണ്ടിയാണ് ഒരേ സമയത്ത്? 4 എണ്ണം. മണിക്കുട്ടി, PA, പിന്നെ 5ാമത്തെ KSRTC. എല്ലാ വണ്ടിയിലും ആളുവാ. സ്കൂൾ ബസ് കയറ്റി വെക്കുമോ? ഇല്ല, അടിയുള്ളൂ. ടൗൺ എത്തിയിരിക്കുകയാണ്. കേച്ചേരി ടൗൺ എത്തി. കയറിപ്പോട്ടെ 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 കയറിപ്പോട്ടെ. ഇതിലെല്ലാം അപ്പുറത്തൂടെ നമുക്ക് കയറി വരടാ. അപ്പുറത്തില്ലേ, അതിലേ വരാം. ആംബുലൻസിനെ ഒന്ന് കടത്തി വിട്ടേരെ. ലെഫ്റ്റ് ഒതുക്കിക്ക്, ഒതുക്കിക്കൊടുത്ത്, ചവിട്ടിക്കൊടുത്ത് 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 ചവിട്ടിക്കൊടുത്ത്. പൊട്ട 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 പൊട്ട. ഓക്കെ. അമലയിലേക്ക് പോന്നാ മിക്കവാറും അമലയായിരിക്കണം. ഇപ്പം അടുത്ത് ഇനി അമലയല്ലോ. നല്ല റോഡ് പോയിട്ട് പിന്നെ ആംബുലൻസ് തന്നെ പറക്കാതെ കുഴപ്പമില്ല. ഈ റോഡൊക്കെ വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്നു. ആരാ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും വെച്ചേക്കണം. ഇവനെയൊന്നും വിടരുത് ഇതില്. ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഈ റോങ് കയറി വരുന്നവനെ ഉണ്ടല്ലോ, കായലെ കൊടുത്ത് പോടെ എന്തുവാടെ കാണിക്കുന്നേ. അങ്ങങ്ങാണ്ട് ഒരു വണ്ടി കണ്ടപ്പോഴത്തേന് അവൻ അവിടെ ചവിട്ടി നിർത്തി കൊടുക്കും. നിന്നോടല്ലടാ, അവനോടാ പറഞ്ഞ. ഓവർടേക്ക് ചെയ്ത് പോവാ, അല്ലെങ്കിൽ അത് ഉമ്മ ഇങ്ങനെ ചവിട്ടി വെച്ച് തരും. വലിക്കുന്നില്ലല്ലേ? രണ്ടോ ഒരു ഓട്ടോക്കാരനും ഉണ്ട്. പിന്നെ സാരമില്ല, പുള്ളി പാവം. ഉറുമ്പനങ്ങിയ പോന്ന കട്ടർ ഓരോ കല്ലും ചാടാതെ കയറാതെ കയറിപ്പോട്ടെ 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 കയറിപ്പോട്ടെ. ഓ പ്രൈവറ്റ്
അടുത്ത് വന്ന് മാറിക്കഴിയുമ്പോൾ ഓട്ടേക്ക് ചെയ്തു കേട്ടോ. കാല് കൊടുത്തു കയറി പൊക്കും, ഒന്നും നോക്കണ്ട. തന്നെ അത്രേ ഉള്ളൂ. പിന്നല്ല ഓട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ട്രാക്ടർ കൊണ്ടിട്ടേക്ക്. എന്നാൽ പമ്പിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവുമോ? വാഗണർ വരുന്നിടം വരെ സമയമുണ്ട് കേട്ടോ നിനക്ക്. വണ്ടി കാല് കൊടുത്ത് വേണം, ഓട്ടേക്ക് വേണം. ഇല്ലെങ്കിൽ പോട്ടെ, മഹേന്ദ്ര വന്നങ്ങ് പോട്ടെ. കയറ്റി വെക്കണം, മഹേന്ദ്ര വരുമ്പോഴേ കയറ്റി അങ്ങ് വെച്ചോണം. കഴിയുമ്പോൾ കയറ്റിക്കോ. എടുത്തോ കവർ ചെയ്തെടുത്തോ. എടുത്ത് ഇച്ചിരി വലത്ത് പിടിച്ച് നിൽക്കുക. ഇടത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടേക്ക് ചെയ്യാൻ പറ്റില്ല. എവിടെയോ ആയിക്കോട്ടെ, പാലക്കാടായിരിക്കും. 8 തൃശ്ശൂരുണ്ട്. മലപ്പുറം ആയിരിക്കണം. കാറുകാരുടെ ഒരു പ്രത്യേകത, ഇടത് സൈഡ് ചേർന്ന് ഒരിക്കലും പോവുകയില്ല. എത്ര ഇടയുണ്ടെന്ന് പറഞ്ഞാൽ നീട്ടി ഹോണില്ല. ഈ വഴിയൊക്കെ ഇനി ഏത് കാലത്ത് വണ്ടിയെ വഹിക്കാൻ ഒരുമിച്ച് പോകുന്നതിന് നമ്മൾ തന്നെ ചെയ്യണം. അയ്യോ കേട്ടോ, ഇതാ മറ്റേ ബസ്സുകാരൻ, അവനെ കയറ്റിവിടും. സമയമില്ലാവോ? വലത് പിടിച്ച് പോക്കോ കേട്ടോ. ബസ്സുകാരൻ ഇപ്പം അവിടെ സെൻറ്ററിൽ ചവിട്ടിത്തരും. വലത് പിടിച്ചങ്ങ് ചേർന്ന് നോക്കണ്ടാ മതി. അവനിപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട്, അവിടെ അവൻ ചവിട്ടി അടുക്കെ വെച്ച് ചവിട്ടുള്ളൂ. കൊള്ളാടാ മിടുക്കൻ വരുന്നു. അടിപൊളി. അല്ല ഇങ്ങനെയാണ് ബസ്സുകാർ ഒരുമിച്ച് പണി ചെയ്യുന്നത്. വലത് പിടിച്ച് കയറിക്കോട്ടെ. വേണ്ട അതിനുള്ള സമയവും തരില്ല. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. ശോഭാ സിറ്റിയുടെ മുന്നിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ശോഭാ സിറ്റി കഴിഞ്ഞു. ശോഭാ സിറ്റിയുടെ മുന്നിലൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. നല്ല ട്രാഫിക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ റോഡിൽ എപ്പോഴും തിരക്കായിരിക്കും. അത്യാവശ്യം എപ്പോഴും ബ്ലോക്ക് കിട്ടാതിരുന്നാൽ ഭാഗ്യം, അത് മാത്രമേ പറയുന്നുള്ളൂ. ശരി, അപ്പുറത്തോട്ട് ചെല്ലും മിക്കവാറും കിട്ടാനും അതും ചാൻസ് ഉണ്ട്. വത്സൻ അടുത്ത ട്രിപ്പ് ഞങ്ങളും വെക്കൂടാ. അടിക്കും. സമയം കിട്ടാത്തോണ്ടാ. കാര്യം പറഞ്ഞ ഇരിപ്പട്ടെ, പക്ഷെ 24 വോൾട്ട് ആയി പോയില്ല. ആയിരുന്നെങ്കിൽ തകർക്കായിരുന്നു. തൃശ്ശൂർ
കുന്നൻ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് പോട്ടെ, നേരെ പോട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. തൃശ്ശൂർ അമ്പലം. നമ്മള് ശക്തൻ റൗണ്ടിലൊന്നും പോകുന്നില്ല. റൗണ്ട് പോകാതെ നമ്മള് സ്റ്റേഡിയത്തിൻ്റെ അതിൽ അങ്ങ് കയറി അങ്ങ് പോകും. വന്നിട്ടാണ് ഇത്. അങ്ങനെ ഷെർണൂർ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ റൗണ്ട് നമ്മളിവിടുന്ന് ഈ റൗണ്ടിൽ നിന്ന് നേരെ തന്നെ പോകും. പോട്ടെ പോട്ടെ. അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഷെർണൂറിന് പോകണം. ഇങ്ങനെ നേരെ തന്നെ ഇനി പോയി അടുത്ത സിഗ്നലിൽ നിന്ന് നേരെ, സിഗ്നലല്ല റൗണ്ടാണോ, നേരെ നേരെ പോയി സൺ അപ്പാർട്ട്മെൻറ്റ് വരും. അത് ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന സൺ അപ്പാർട്ട്മെൻറ്റാണ്. പുകയൊന്നുമില്ലടാ. സണ്ണാണോ സെറ്റാണോ? സണ്ണസ്. ആ സെറ്റ്. അത് കഴിഞ്ഞൊരു അവിടെ പോകുന്നത്. ഇവരൊക്കെ എന്നാണോ റോഡിന് നടക്കി മിനിമം സ്പീഡ് വണ്ടി കീപ്പ് ചെയ്യല്ല ആരും. പിന്നെ ഇവിടുന്ന് നേരെ തന്നെ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഷെർണൂരാട്ടോ. ഇടത്തോട്ട് തിരിഞ്ഞാൽ വഴി പോയാൽ ഷെർണൂര് നേരെ നമ്മൾ പോന്നു. വലത്തോട്ട് പോയാൽ ശക്തൻ റൗണ്ടിലേക്ക് അല്ല, ശക്തൻ ആ വടക്കേ സ്റ്റാൻഡ് എല്ലാം ആ വഴി പോയാൽ കിട്ടും. എൻ്റെ പുറകെ കാണുന്ന സൺ അപ്പാർട്ട്മെൻ്റ് ആണ് പുറകില്. ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നു. ഇവിടുത്തെ വണ്ടി ആദ്യമായിട്ട്, കാർ ഓടിക്കുന്ന ആദ്യമായിട്ട് ഇവിടുന്ന്. ഇവിടുത്തെ ഒരു പുള്ളിയുടെ സാൻഡ്രോ. ഇത്തിരി കാലം മുമ്പാണ് ഞാൻ വണ്ടി ലൈസൻസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടെ തൃശ്ശൂരായിരുന്നു ജോലി ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കിട്ടുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സാൻഡ്രോയാണ്. എൻ്റെ ഓർമ്മകളിലെല്ലാം ഇവിടുന്ന് തുടക്കം. ആദ്യമായിട്ട് കാർ ഓടിക്കണം. അതുവരെ ഞാൻ കാർ ഓടിച്ചിട്ടേ ഇല്ല. നേരെ ഇവിടെ വന്നിട്ട് ഓടിച്ചു. നല്ലൊരു പ്രായമുള്ള ഒരു പുള്ളിയായിരുന്നു. പുള്ളിയോട് കാര്യം പറഞ്ഞു. ഇതുപോലെ ആദ്യമായിട്ടാണ്. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഇവിടം വരെ എത്തി. റൈറ്റ് പിടിച്ച പോലീസ്. കാലന്മാരെ എങ്ങനെയും തിന്നണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇപ്പോൾ ഒരു പെറ്റി കഴിഞ്ഞതേ ഉള്ളൂ. കാക്കി ഇട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് 250 രൂപയുടെ പെറ്റി. അതെ, ഒന്നും പറഞ്ഞൊന്നുമില്ല. അമ്മമാർക്ക് പുത്തമണ്ടിയല്ലേ, വേറെ ഫൈനൊന്നും അടിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് 250 രൂപ എന്തേലും വേണ്ടേ, കൈ തന്നു. അതെ, വയറ് നിറച്ച് ആവശ്യത്തിന് പറഞ്ഞു. SI കൈ കിട്ടിയത്. SIനെ പിടിച്ചിട്ട് നല്ലത് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം നമ്മളും പറഞ്ഞു. പൈസ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിനാ ഇല്ലാത്തതിൻ്റെ പേര് ചുമ്മാ ഓരോ കാരണം ഉണ്ടാക്കി പെറ്റി അടിക്കുന്നതെന്ന് ഡയറക്റ്റായിട്ട് മുഖത്ത് തന്നെ ചോദിച്ചു. ആവശ്യത അത് ആൾക്കാർ കേൾക്കുമല്ലോ. അത്രയും പേരുടെ മുന്നേ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചുമ്മാ ഒന്നുമില്ല. അവരൊന്നും പറയാനില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പൈസ കൊടുക്കുന്നതിൻ്റെ അല്ലേ, ചുമ്മാ ഫൈൻ അടിച്ചോടുന്നത്. എന്തേലും ഒരു കാരണം ഉണ്ടാകും. ഏതെങ്കിലും ഒരു വണ്ടി കാണുമ്പോൾ അന്നേരെ
പിള്ളേരെയൊക്കെ സ്കൂൾ വിട്ടിട്ടുണ്ടല്ലോ. ഇതന്നെ പഠിത്തമില്ലാത്തതാണോ അതോ മൃഗശാല ഇത് അടച്ചു പൂട്ടാൻ പോവാന്ന് പറയുന്നത് കേട്ട് ശരിയാണോ എന്നറിയത്തില്ല. ഇത് ആണെന്ന് തോന്നുന്നു. ഇത് അടച്ചു പൂട്ടാൻ പോവാന്ന്. അങ്ങനെ നമ്മൾ മൃഗശാലയുടെ അടുത്തെത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് മ്യൂസിയം. വന്യജീവി വാരാഘോഷവും മ്യൂസിയമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ പോയി റൈറ്റ് എടുത്ത് മണ്ണൂത്തി ഓടി പോണോ അതോ നേരെ പോണോടാ? നേരെ പോയപ്പോ മണ്ണൂത്തി വേണ്ട. മണ്ണൂത്തി ഓടി പോണെങ്കിൽ നമ്മൾ വന്ന വഴി മണ്ണൂത്തി മറ്റേ നേരെ പോവും. 3-4 സിഗ്നൽ കിട്ടിയാലേ കിലോമീറ്റർ ഇച്ചിരി ലാഭം ഉണ്ടാവും. അത്രേ ഉള്ളൂ. എൻ്റെ വഴി പോയാൽ നേരെ പോട്ടെ. ഞാൻ പറയാം, റൈറ്റ് പോട്ടെ. ഇതിലേ പോയാലും മണ്ണൂത്തി എത്താം. നേരെ പോയാൽ മണ്ണൂത്തി എത്താം. റൈറ്റ് പോട്ടെ. നമ്മൾ മണ്ണൂത്തി ഓടി പോകണ്ട. വെറുതെ അത്രയും കിലോമീറ്റർ ഓടണ്ടല്ലോ. നേരെ പോവാം. നമ്മൾ നേരെ പോയി മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ പോവാം. സ്പോർട്സിന്റെ ബസ് കണ്ടോടാ? സ്പോർട്സിന്റെ ബസ് കണ്ടോ? ആ, കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാന്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മണ്ണൂത്തി. നമ്മൾ നേരെ തന്നെ പോകും മിഷൻ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെ. ആ കാണുന്ന മിഷൻ ഹോസ്പിറ്റലാട്ടോ, അങ്ങ് ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിങ്. റൈറ്റ് പോയാൽ ഇവിടുന്ന് റൈറ്റ് പോയാൽ ശക്തൻ സ്റ്റാൻഡിലേക്ക്. ഇതിന് മുമ്പുള്ള ജംഗ്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശക്തൻ റൗണ്ടിലേക്കും ചെല്ലും. കാണുന്നത് മിഷൻ ഹോസ്പിറ്റലാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. ഗേറ്റ് 1, ഗേറ്റ് 2. ഇവിടെ നിന്ന് ഇടത്തോട്ട്. കാണുന്ന എല്ലാം മിഷൻ ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മൾ NH ചെന്ന് കയറാൻ പോവാണ്. സിഗ്നലുണ്ട്, സിഗ്നൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കയറാം. വീണോടാ? ഇടത്തോട്ട് പോയാൽ നമ്മൾ മണ്ണൂത്തി പാലക്കാട് പോകുന്നു. വലത്തോട്ട് നമ്മൾ തിരിയുന്നു. നല്ല ചൂടാട്ടോ, നല്ല വെയിൽ. മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാർമേഘമൊക്കെ ഉണ്ട്. അതിൻ്റെ ആണെന്ന് നല്ല പുഴുങ്ങലുണ്ട് ആവശ്യത്തിലധികം.
ഹോണ്ട സിറ്റി ഫിൽട്ടർ കയറ്റി വണ്ടിയാണ്. MVD കിടപ്പുണ്ടല്ലോ അവിടെ. MVD ആണോ? എക്സൈസ് ആണ് കാണോ? ഇപ്പം വെള്ളിയാഴ്ച അല്ലേ? കുട്ടനെല്ലൂരിൽ നിന്ന് ഇനി മുന്നോട്ട് പോയി. ഇനി അടുത്ത ടോളുണ്ട്. അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ മഴയുടെ കാര്യം പറഞ്ഞോളൂ. നല്ല വെടിക്കെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. അതെ, ആസ്വദിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മഴ തീർന്നു കേട്ടോ, ഒന്നും തോന്നരുത്. അതെ, ഒരു മിനിറ്റ് പോലും പെയ്തില്ല, മഴ തീർന്നു. അടുത്ത പഞ്ചായത്ത് ഞങ്ങൾ കയറി, അന്നേരത്തേനും മഴയും പോയി. പഞ്ചായത്ത് തിരിച്ചാ ഇപ്പം മഴ വരെ പെയ്യുന്നറിയാവോ? അതെ, കൂടുതൽ കൊടുക്കുകയില്ല. അതെ അതെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത പഞ്ചായത്തിലേക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. വൈപ്പറൊന്നും കൂടി ഇട്ടേരും, അല്ലെങ്കിൽ ആ പാട് കിടക്കും. കഷ്ടം കേട്ടോ. നന്നായി. എറണാകുളത്ത് മഴയില്ല, എറണാകുളം ഭാഗത്തോട്ട് മഴയില്ല. അതെ അതെ, തൃശ്ശൂർ അങ്കമാലി എത്താറാകുന്നു കേട്ടോ. അങ്കമാലി ആയില്ല, അങ്കമാലിക്ക് ഇനിയുണ്ട്. അങ്കമാലി എത്താൻ ഇനിയൊരു അല്ല, നമ്മുടെ ഇവിടെ എത്തിയില്ലല്ലോ. മറ്റേ പള്ളിയുടെ പേര്, മാതാവിൻ്റെ പള്ളിയുടെ പേര് എന്നായിരുന്നു? ആ, കൊരട്ടി ആയില്ല, കൊരട്ടി ആകുന്നുള്ളൂ. കൊരട്ടിപ്പള്ളി ആവുന്നുള്ളൂ. നല്ലൊരു ഡിഫൻഡർ പോന്നു. അങ്ങ് പോയി. അങ്ങനെ നമ്മൾ കൊരട്ടി സിഗ്നൽ എത്തിയിട്ടുണ്ട്. കൊരട്ടി പള്ളിക്ക് പോകുന്ന വഴി അതില കേട്ടോ. അതിൽ അങ്ങനെ അങ്ങ് പോകും. കൊരട്ടി പള്ളി, ആ പാലം കയറി നമ്മൾ കൊരട്ടി പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയിലെ പെരുന്നാളാണെന്ന് തോന്നുന്നല്ലോ. കൊരട്ടി പള്ളിയിലെ പെരുന്നാളായോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കൊരട്ടിപ്പള്ളി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിൽക്കുമാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നു. അങ്ങനെ നമുക്ക് ഫോണെടുത്ത് മാറ്റി. അങ്ങനെ അങ്കമാലി എത്തി കേട്ടോ. അങ്കമാലി ടൗണായി. പോട്ടെ. അങ്കമാലി ടൗണ് KSRTC സ്റ്റാൻഡാണ്. ഇവിടെ നല്ല ബ്ലോക്കായിരിക്കും. അതൊരു ലേഡിയാടാ ഓടിക്കുന്നത്, അതാണ്. ആ, വണ്ടി ഭയങ്കരമായിട്ട് സ്ലോയാ. പേടിച്ചാ വണ്ടി ഓടിക്കുന്നത്. വണ്ടി വരുന്ന കാണുമ്പോഴത്തേന്
അതെ, നല്ല ചൂട്. ആ മഴ ഇപ്പം പെയ്തുകൊണ്ടാ ഒരു രക്ഷയില്ല. നല്ല ഞങ്ങൾക്ക് കൂടുതൽ തോന്നുന്നത് ഞങ്ങളുടെ ഫാനൊക്കെ അടിച്ചുപോയി വണ്ടിക്കകത്ത്. അതുകൊണ്ട് ഫാനൊന്നുമില്ല, നല്ല ചൂടാതുകൊണ്ട്. അങ്ങനെ ഞങ്ങള് കാക്കനാട് റോഡിലേക്ക് കയറി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 7 കിലോമീറ്ററും കൂടെ ഓടിയാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. നമ്മുടെ ലോഡ് ഇറക്കേണ്ടിടം എത്തി. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. ഇതാണ് ടൂറിസം വകുപ്പിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളിത് എത്താറാകുന്നു. നമ്മളങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക കാക്കനാട് റോഡിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കാക്കനാട് തിരിയുവാണ്, റൈറ്റാണ്. ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ വരുന്ന റോഡായി. എന്തുവാടാ അവിടെ പറ്റി? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗെയിലിൻ്റെ കാക്കനാടാകുന്നത്. ഇതിപ്പോൾ എവിടെയായി? കാക്കനാടായില്ലേ? ഇവിടുന്ന് റൈറ്റ് എടുത്ത് 1 കിലോമീറ്റർ പോയാൽ തിരുനക്കര ടെമ്പിൾ എത്തും. അല്ല, അത് തന്നെ, തൃക്കാക്കര. സോറി, വായിച്ചപ്പോൾ സ്പെല്ലിങ് വിഷയിക്കാൻ. അയ്യോ, എനിക്കറിയത്തില്ല, ഞാൻ പണ്ടേ ഇംഗ്ലീഷിന് പുറകോട്ടാണ്. ജീവിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. ഇങ്ങനെ തൃക്കാക്കര കഴിഞ്ഞ് ഞങ്ങൾ കാക്കനാടിന് പൊക്കൊണ്ടേയിരിക്കണം. ഇൻഫോ പാർക്കൊക്കെ ആവുന്നതാണ്. കമ്പ്യൂട്ടർ പഠിച്ചവരുടെ എല്ലാം ഏരിയയാണ് ഇവിടെ. തൃക്കാക്കര ഭാരത് മാതാ കോളേജ്. ഏകദേശം 3 കിലോമീറ്ററും കൂടെ ഉണ്ട്. എന്തുവാണ് ഓരോ കിലോമീറ്റർ അങ്ങോട്ട് പോകാൻ എന്ത് സമയം എടുക്കുന്നത്? ബ്ലോക്ക് കാരണം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് 4 കിലോമീറ്റർ ഇടാൻ ഏതാണ്ട് 5 മിനിറ്റ് വേണ്ടായിരുന്നു അല്ലേ? 4
4-4.5 കിലോമീറ്റർ ഓടുമായിരുന്നു 5 മിനിറ്റാൽ. ഇപ്പോൾ 7 മിനിറ്റോളം 10-15 മിനിറ്റായി. അതെ, മംഗലാപുരം നിന്ന് ഇവിടം വരെ വരാൻ ശരിക്കും പറഞ്ഞാൽ 1 ദിവസം പിടിച്ചു. വഴി കിടന്ന് ഉറങ്ങിയതുകൊണ്ട്. ഓടി വന്ന 2 മണിക്കൂർ ഓടിച്ചോ? ആണോ? മേലക്കാൻ ആ 9 മണിക്ക് എടുത്തു, പിന്നെ 12 മണിക്ക് എടുക്കുന്നേ ഉള്ളൂ. 1 മണിക്ക് എവിടെ കൊണ്ട് ചവിട്ടിയായിരുന്നല്ലോ, കൊതുകടി കിട്ടിയായിരുന്നു. 10 മിനിറ്റ് ഞാൻ സമയം നോക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പോകാന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ തന്നെ 1:30 ആയതിന് സംഭവം കിടന്ന കണ്ണ് അടച്ചു കൊതുകായിരുന്നു. അയ്യോ കൊതുക്. ആ ഒരു 10 മിനിറ്റ് ഇറങ്ങിയോണ്ട് പിന്നെ അങ്ങനെ ഇരുന്നങ്ങ് പിന്നെ 6 മണിയാകുമ്പോൾ നീ എവിടുന്നൊക്കെ എന്നെ വിളിച്ചെണീപ്പിച്ചെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എവിടുന്നൊക്കെ ടോളോ എന്തൊക്കെ കണ്ടപ്പോൾ ഞാനിതൊക്കെയോ വിളിച്ചെണീ. ആ മാറ്റി വെച്ചു. ചേട്ടാ പൊക്കോട്ടെ, ഭാരത് പെട്രോളിയം. വല്യപ്പനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീഗാലാൻഡിന് പോകുന്നു കേട്ടോ. ധർമ്മപുരം. ആ നമുക്ക് നേരെ പോകാം. നേരെ ഇനിയിപ്പോൾ ഈ 1 കിലോമീറ്റർ 1.4 കിലോമീറ്റർ ഉള്ളു ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ. ചവിട്ടിയാരെ പോരാ. പിടിച്ച അടുത്തോട്ട് പിടിച്ചേ. ബാബാ ഈ വണ്ടി എവിടെ തൊട്ട് കൂടിയതാണെന്നറിയാം. നമ്മള് മറ്റേ ടോള് കഴിഞ്ഞില്ലേ, അവിടെ തൊട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ മുമ്പില്. ഇങ്ങനെ ഒരു IT പാർക്കാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഏതാണൊന്നും അറിയത്തില്ല. കഴിഞ്ഞ റൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ പുതിയത് പണിതുകൊണ്ടിരിക്കുവാണ്. റൈറ്റ് വരുന്നു. റൈറ്റ് എവിടെയെങ്കിലും നിർത്തണം. കയറ്റണോ? കയറ്റും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ബില്ല് ഇത് ബേ വിർജിൻ്റെ അല്ലേ, ഇത് വേണ്ട. അപ്പോൾ നമ്മളെത്തി. ബില്ലൊക്കെ എടുത്തുകൊണ്ട് ഇനി പോകണം. ഇതൊക്കെയാണ് ബില്ല്. ഇത്രയും ഉണ്ട്. ഇതെടുത്തോണ്ട് അവിടെ ചെന്നിട്ട് വരട്ടെ കേട്ടോ. ചെന്നിട്ട് വരാം. ഇതെല്ലാം കൊണ്ട് കൊടുത്തിനി ഇതാക്കണം. ശരി, ഇനി കുറച്ച് പേരെ വിളിക്കാനൊക്കെ ഉണ്ട്. വിളിച്ചിട്ട് കാണാം. ലോഡ് ഇറങ്ങാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടേക്കാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ എത്തി. ഇന്നലെ ഉച്ചയായപ്പോൾ എത്തി. ഇവിടെ 2:30 ആയപ്പോൾ എത്തി എറണാകുളത്ത്. ഇന്നലെ നമുക്ക് ലോഡ് ഇറക്കി തന്നില്ല. അവന്മാർ നമ്മളെ പറഞ്ഞ് പറ്റിച്ചു. ഇന്ന് രാവിലെ നമ്മൾ രാവിലെ തന്നെ ലോഡ് ഇറക്കി തരാൻ വണ്ടി പഴുതെല്ലാം അഴിച്ച് ലോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുക കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു.
ഇതിപ്പോൾ ചവിട്ടി ഇറങ്ങിയതിൻ്റെയൊക്കെ വെള്ളം കേട്ടോ. 190 ബൈക്കോളം ഉണ്ട്. ഇതുണ്ട്, ഇത് വെച്ചാൽ ഉണ്ട്. ഇത് അപ്പുറത്തെ കമ്പനിയാണ്, എറണാകുളത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. അവരുടെ ഗോഡൗണാണ് ഇത്. ചെറിയൊരു ഗോഡൗൺ ഉണ്ട്, അവിടെ അത് വേറൊരു ഗോഡൗൺ. അപ്പം അങ്ങനെയാണ് കാര്യം. അപ്പോൾ ലോഡ് ഇറക്കിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക്